ഇത് സെലീന മോഹൻ. ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിലായി നടന്ന 6ാമത് ഓൾ ഇന്ത്യ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ റിലേയിൽ 27 സംസ്ഥാനങ്ങൾ പങ്കെടുത്തതിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത സെലീന സോമൻ 2ാം സ്ഥാനം കരസ്ഥമാക്കി സിൽവർ മെഡൽ നേടി. തിരുവല്ലയിൽ ജനിച്ചു വളർന്ന സെലീന സ്കൂൾ തലം മുതലേ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞ് സഹോദരങ്ങൾക്കൊപ്പം ചെന്നൈയിൽ താമസമാക്കിയ സെലീന ചെന്നൈയിൽ വിവിധ ക്ലബ്ബുകൾക്കും ഇന്ത്യൻ റെയിൽവേക്കും വേണ്ടി ഓടി അനേകം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. റാന്നി മോതിരവയൽ മോഡിയിൽ വീട്ടിൽ സോമനെയാണ് സെലീന വിവാഹം ചെയ്തത്. ഇതിനുശേഷം കായിക രംഗത്തു നിന്നും കുറച്ചുനാൾ വിട്ടു നിൽക്കേണ്ടി വന്നു. സെലീനയ്ക്ക് 2 പെൺമക്കളാണുള്ളത്. 7 വർഷങ്ങൾക്ക് മുമ്പ് ലോട്ടറി തൊഴിലാളിയായിരുന്ന സോമൻ മരണപ്പെട്ടു. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ല. സുരക്ഷിതമല്ലാത്ത ഒരു വീട്ടിലാണ് ഇപ്പോൾ താമസം. 10ാം വാർഡ് മെമ്പറായ അനിത അനിൽകുമാറിൻ്റെ ശ്രമഫലമായി പഞ്ചായത്തിൽ നിന്നും ഒരു വീട് നിർമ്മിച്ചു. എൻ്റെ സ്വദേശം തിരുവല്ലയാണ്. ജനിച്ചു വളർന്നതെല്ലാം അവിടെയാണ്. ഞാൻ തിരുവല്ല NSS ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അന്ന് മുതൽ സ്കൂളിൽ നിന്ന് സ്കൂൾ തലത്തിലും കേരള കലോത്സവത്തിനും ഏതൊരു ജില്ലാ തലത്തിലുള്ള ഇതിലാണെങ്കിലും ഞാൻ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റുകൾ അതിലൊക്കെ ഞാൻ വാങ്ങാറുണ്ട്. പിന്നെ പഠിത്തം 10ാം ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടത്തിമാരുടെ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ അവിടുത്തെ ക്ലബിന് വേണ്ടിയും റെയിൽവേയുടെ ഇതിന് വേണ്ടിയെല്ലാം ഓടുകയും വർഷങ്ങളായിട്ട് ഓടുകയും ചെയ്തു. പിന്നെ മാരേജ് ആയ പുറകെ റാന്നി സ്വദേശി സോമന് എന്നെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് 2 കുഞ്ഞുങ്ങളുമായി. പിന്നെ ഈ കായികം എന്നുള്ളൊരു കാലം ഞാൻ വിട്ട് വളരെ നാളകന്ന് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പത്തനംതിട്ട മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ മാത്യു സാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാസ്റ്റേഴ്സിന് പങ്കെടുക്കുവാനായിട്ട് 2021 മലപ്പുറത്ത് നടന്ന മീറ്റിന് പങ്കെടുത്തു. അവിടെയാണ് ഫസ്റ്റും സെക്കൻഡും 200 ഫസ്റ്റ്, സെക്കൻഡ് 400 തേർഡുമായിട്ട് സർട്ടിഫിക്കറ്റ് അന്ന് കരസ്ഥമാക്കി 2021. അതിനുശേഷം 2025 മാസ്റ്റേഴ്സ് അസോസിയേഷൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് ട്രിവാൻഡ്രത്ത് വെച്ച് ആറ്റിങ്ങിൽ വെച്ച് നടന്ന മീറ്റിനെ 400 മീറ്റേഴ്സിനെ തേർഡ് വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ മീറ്റിനെ നാഷണൽ മീറ്റ് തൃശ്ശൂർ കുന്നംകുളം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നതിൽ 100 മീറ്റേഴ്സ് 400 മീറ്റ് തേർഡ് വന്നു. അതും ടൈം ട്രയലാക്കി. അതിനുശേഷം 200 വിട്ടു. അത് സെക്കൻഡ് വന്നു. അതും ടൈം ട്രയലാക്കി. അതിനുശേഷം 100 ഓടി. അത് 4ാം സ്ഥാനത്ത് വന്നു. പിന്നീട് 400 റിലേ ഓടി സെക്കൻഡ് വാങ്ങിക്കാൻ കരസ്ഥമാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. അവിടെ വളരെ നല്ല, അതായത് ഈ കേരള ടീമിനാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് ലഭിച്ച് ചാമ്പ്യൻഷിപ്പ് വാങ്ങിച്ചത് കേരളമാണ്. പക്ഷേ വന്നവരെല്ലാം നമ്മൾ സാധാരണമുള്ള ആൾക്കാരാണ് അവിടെ പങ്കെടുത്തത്. ലക്ഷക്കണക്കിന്, അതായത് 27 സ്റ്റേറ്റ് നമ്മൾ കൂടി മത്സരിച്ച ഒരു മീറ്റായിരുന്നു. ആ മീറ്റിന് എനിക്ക് പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് പ്രൈസ് അല്ലായിരുന്നു അവിടെ കാര്യം. എൻ്റെ ഈ കായികം എന്നുള്ള ഇതിനോടുള്ള ആ ഒരു എന്തുവാ പറയുക, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതിനോടുള്ള ഒരു കമ്പം കൊണ്ടാണ് ഞാൻ ഈ പ്രായത്തിലും ഈ 50 വയസ്സിലും ഞാൻ അതിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഇതിലും എന്നെക്കാട്ടി പ്രായം കൂടുതലുള്ളവർ ഈ മീറ്റിന് ഈ മാസ്റ്റേഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ല. നമ്മൾ പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു എങ്കിലും ഈ മീറ്റിന് പോകണമല്ലോ എന്ന് കണ്ട് പങ്കെടുക്കണമെന്നുള്ള ഇതിനോടുള്ള ആ ഒരു താല്പര്യം കൊണ്ട് ഞാൻ പൈസ പുറത്തുനിന്ന് കടം വാങ്ങിച്ചാണ് ഞാനിതിന് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. ഇനിയും എൻ്റെ ഈ പ്രായം എവിടെ വരെ നിൽക്കുന്നു അവിടെ വരേക്ക് ഈ മാസ്റ്റേഴ്സിൽ ഈ കായികത്തിൽ പങ്കെടുക്കാനാണ് എൻ്റെ വളരെ ആഗ്രഹം. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ മൂത്ത മോള് BCom ഫൈനൽ പഠിക്കുന്നു, MSc കോളേജ് പഠിക്കുന്നു. 2ാമത്തെ മോള് നേഴ്സിംഗ് ബാംഗ്ലൂർ പഠിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് 8 വർഷമാകുന്നു. പിന്നെ എൻ്റെ ഏതൊരു കാര്യമുണ്ടെങ്കിലും എൻ്റെ മെമ്പറിനോട് ഞാൻ പറയുമായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. വീടില്ല, ഒരു വീട് എനിക്ക് മെമ്പർ വാങ്ങിച്ചു തന്നു. എങ്കിലും അതിൻ്റെ പണി ഇച്ചിരി പൂർത്തിയാകാനുണ്ട്. പൈസ എല്ലാം കിട്ടിയതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ വീടിൻ്റെ പണി അങ്ങനെ അറ്റകുറ്റമായിട്ട് കിടക്കുന്നു. ഈ സർക്കാരിൽ നിന്ന് എനിക്ക് ഇതിൻ്റെ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. സർക്കാരിൽ നിന്ന് എനിക്ക് എൻ്റെ വീടിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എംപ്ലോയ്മെൻറ്റ് പേര് രജിസ്റ്റർ ചെയ്താണ്. കിട്ടുന്ന ആളെ കിട്ടുമെന്നുണ്ട് അപേക്ഷിച്ച് അല്ലാതെ ഞാൻ കൊടുത്തിട്ടില്ല. എംപ്ലോയ്മെൻറ്റ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ കിട്ടി എനിക്കൊന്നും വേണ്ട. ഒരു തൂപ്പ് ജോലിയാണേലും മതി, എനിക്ക് കിട്ടിയാൽ മതി. അത് കൂടുതലൊന്നും എനിക്ക് വേണ്ട. അത് മതി. നമ്മളിപ്പോൾ അതേ അർഹിക്കാവുള്ളൂ. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിള്ളേരെ വളർത്തണമല്ലോ, പിള്ളേരെ അങ്ങനെയും ഒരു കര എത്തിക്കണമല്ലോ.
എനിക്കത് മാത്രമേ ഉള്ളൂ. സർക്കാരിൽ നിന്ന് വേറൊന്നും എനിക്ക് ഇതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇതിന് പോകാൻ കൊടുക്കും. ഇപ്പം ഇതിന് പോയതിന് ഞാൻ പുറത്തുനിന്ന് പൈസ കടം വാങ്ങിച്ച ഈ ഒരു 3-4 ദിവസത്തെ പരിപാടിയായിരുന്നു. 31-ാം തീയതി പോയതാണ് ഇവിടുത്തെ തൃശ്ശൂരിന്. ഞാൻ 31-ാം തീയതി പോയിട്ട് ഇന്നലെ രാവിലെയാണ് ഞാൻ വന്നത്. ഇത് ഞാൻ കൈവണ്ടി ഇതിനെ മരിക്കുന്നതിന് വരയ്ക്കും എൻ്റെ പ്രായം ഇവിടം വരെ നിൽക്കുമോ അവിടുന്ന് ഇതിൻ്റെ ഇത് നിൽക്കത്തുള്ളൂ. ഇതിനോടുള്ള കായികത്തിനോടുള്ള താല്പര്യം ഇത് മുന്നോട്ട് കൊണ്ടുകൊണ്ടേയിരിക്കുമല്ലോ. എന്തെങ്കിലും ഒരു സഹായം ആരിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ഇതിൻ്റെ ഒന്നും ചെയ്തില്ല. എനിക്ക് ഇതിൽ പോകാനായിട്ട് ഈ മീറ്റിന് പങ്കെടുക്കുവാൻ, ഇനി അടുത്ത മീറ്റിന് മൈസൂർ വെച്ചാലാണ്, അതിൽ പങ്കെടുക്കുവാൻ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മെമ്പറും എൻ്റെ ഈ സ്വദേശത്തുള്ള ആൾക്കാരും എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. കായികപരമായി ധാരാളം കഴിവുള്ള സെലീന സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടിലാണ്. മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഉപജീവനം കഴിഞ്ഞു പോകുന്നത്. കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് ധാരാളം സമ്മാനങ്ങൾ നേടിയെടുത്ത സെലീനയ്ക്ക് സർക്കാരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിച്ചിട്ടില്ല. തുടർന്നും അടുത്ത മാസങ്ങളിലായി മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ സെലീനയ്ക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി മനധൈര്യവും പ്രതീക്ഷകളുമല്ലാതെ ഒന്നും തന്നെയില്ല. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഉള്ള ഒരു കുടുംബ ഗൃഹനാഥയാണ് പ്രിയപ്പെട്ട സലീന സോമൻ മൂടിയിൽ. സലീനയുടെ ഹസ്ബൻഡ് 7 വർഷം മുമ്പ് മരിച്ചു പോയതാണ്. 2 പെൺകുട്ടികളുണ്ട്. പഠിക്കുന്ന കുട്ടികളാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. എന്നാലും നമുക്കറിയാം സലീന മാത്രമാണ് ഇവിടെ ഇവരുടെ ഏക വരുമാന മാർഗമായിട്ട് ഉള്ള ഒരു വ്യക്തി. അപ്പം തീർച്ചയായിട്ടും അത്ലറ്റിക്സ് മീറ്റിൽ വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അനിതയ്ക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു സർക്കാർ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും കിട്ടിയിട്ടില്ല. ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. കാരണം പഞ്ചായത്തിൽ നിന്ന് ഞാനൊരു വീട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. വളരെ നന്നായിട്ട് ഈ കായിക മത്സരങ്ങളോട് വളരെയധികം താല്പര്യമുള്ള അനിതയ്ക്ക് തുടർന്ന് മത്സരിക്കണമെന്നും അതുപോലെ തന്നെ വിജയം നേടാനാകുന്ന പ്രതീക്ഷയിലാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ദേശത്തുള്ള നല്ലവരായ ആളുകളുടെ സഹായഹസ്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള സഹായ ഹസ്തങ്ങൾ നീണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിവുള്ള കായിക താരത്തെ വളർത്തിയെടുക്കേണ്ടത് സന്മനസ്സുള്ള ഓരോ വ്യക്തികളുമാണ്. 2 പെൺമക്കളുമായി വളരെ പ്രതീക്ഷയോടെ ഒരു കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടുന്ന ഈ കായിക താരത്തെ സംഘടനാപരമായോ വ്യക്തിപരമായോ ഒരു കൈത്താങ്ങ് നൽകി സഹായിച്ചാൽ ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസമായി തീരും. സിറ്റി ന്യൂസ്, റാന്നി.